പ്രാണനദി നീന്തിപ്പോയി പിറാവ് തന്തിന്നോ താനോ തന്തിന്നോ താനോ തന്തിന്നോ താനോ തന്തിന്നോ താനോ. എന്ത് നല്ല സിനിമയല്ലേ ചൈൽഡ്. അതെ 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 പക്ഷെ എത്രത്തോളം ആൾക്കാർക്ക് ആസ്വദിക്കാൻ പറ്റി എന്നുള്ളതാണ് തിയേറ്റർ റിലീസൊക്കെ ബന്ധപ്പെട്ട് കുറെ ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ശരിക്കും ആ ഒരു അതൊരു ദൗത്യമായിരുന്നു. എത്രയോ ആൾക്കാർ ചേർന്നാണ് അത് സിനിമയ്ക്ക്. പിന്നെ വളരെ ജനകീയമായിട്ടുള്ള പശ്ചാത്തലമുള്ള സിനിമയാണ്. അതെ അതെ. സിത്താരയുടെ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റെക്കോർഡിംഗ് എങ്ങനെയുണ്ടായിരുന്നു സിത്താര? എത്രത്തോളം പേടി ഉണ്ടായിരുന്നു സിത്താര? ഫസ്റ്റ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാല് അങ്ങനെ പേടിക്കേണ്ട ഒരു പ്രായം. ഞാൻ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് സ്റ്റുഡിയോന്റെ അകത്ത് റെക്കോർഡ് ചെയ്യണേ. അപ്പൊ അന്ന് എന്നെ സംബന്ധിച്ച് സ്റ്റേജിൽ പാടുന്ന അതേപോലെ തന്നെ ഒരു 4 ചുമരിന്റെ അകത്ത് മൈക്ക് വെച്ച് അതിന്റെ അകത്ത് പാടി എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അതിശയനിൽ വന്നപ്പോൾ ഞാൻ +2 ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പൊ ഇതിനെപ്പറ്റി കുറച്ചുകൂടി ബോധം ബുദ്ധി വളർന്നോ അല്ലല്ല, നമ്മുടെ ഈ ഏജിൽ നമ്മൾ ഒത്തിരി കോൺഷ്യസ് ആവും. ഈവൻ ആ സമയത്ത് നമുക്ക് സത്യത്തില് സിനിമയെ പറ്റിയിട്ടുള്ള ആഗ്രഹവും കൊതിയൊക്കെ വരുന്ന ഒരു കാലവും കൂടിയാണല്ലോ. അപ്പൊ ആ പാടുമ്പോഴുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അന്ന് മ്യൂസിക് ഡയറക്ടറായിട്ട് അൽഫോൻസ് ചേട്ടൻ ഉണ്ടായിരുന്നേ. അദ്ദേഹം ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു ബ്രദർലി എഫെക്ഷൻ നമുക്ക് തോന്നുന്ന ഒരാളാണല്ലോ. അപ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, പാടിച്ചു. ചെന്നൈയിൽ വെച്ചിട്ടായിരുന്നു റെക്കോർഡിങ്. അതങ്ങനെ അങ്ങോട്ട് പോയി. അങ്ങനെ ഏതെങ്കിലും മ്യൂസിക് ഡയറക്ടേഴ്സ് ഈ ഒരു പേടി ടെൻഷൻ അങ്ങനെ ഉണ്ടോ? എല്ലാവരുടെ അടുത്ത് പോകുമ്പോഴും ഓരോ തരത്തിലുള്ള ടെൻഷൻ ഉണ്ടായിരിക്കും. കാരണം അവരെന്താ ഉദ്ദേശിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവുമോ, പിന്നെ നമുക്ക് ചേർന്ന ശ്രുതിയിലായിരിക്കുമോ പാട്ട്, അങ്ങനത്തെ കുറേ പേടികൾ ഉണ്ടായിരിക്കും. അല്ലാണ്ട് എന്താ പറയാ, നമുക്ക് ഒരു അകൽച്ച തോന്നുന്ന തരത്തിലുള്ള പേടി അല്ല, മറിച്ച് നമുക്ക് ഒരു ബഹുമാനത്തോടെ ഉണ്ടാവുന്ന ഒരു ഭയഭക്തി ബഹുമാനം എന്ന് പറയല്ലോ. എത്രത്തോളം നമ്മളെ കംഫർട്ട് ആക്കും മ്യൂസിക് ഡയറക്ടേഴ്സ്? എങ്ങനെയാണ് ആ ഒരു ജെല്ലാവുന്നത്? സത്യത്തിൽ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ നേച്ചറിനേക്കാൾ കൂടുതൽ പാട്ടുകളാണ് നമ്മളെ കംഫർട്ടബിൾ ആക്കുക. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പാട്ടുകളാണെങ്കിൽ നമ്മൾ കുറേം കൂടി ഈസി ആയിരിക്കും. മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ അവർക്ക് അവരുടെ ഒരു മ്യൂസിക്കൽ കോമ്പോസിഷൻ, ഡിസൈനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അത് അവരേറ്റവും സമയമെടുത്ത് നമുക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കും. ഈ പറഞ്ഞ മാതിരി വ്യക്തികളെക്കാൾ കൂടുതൽ അതിന്റെ ഒരു ഈണാണ് നമ്മുടെ കംഫർട്ടും ഡിസ്കംഫർട്ടും തീരുമാനിക്കാന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. റെക്കോർഡിങ് കഴിഞ്ഞ് ഈശ്വര ഇത്രയും നല്ലൊരു നമുക്കൊരു വലിയൊരു നേടിയൊരു അത് ഇപ്പം നമുക്ക് ഇഷ്ടം തോന്നുന്ന പാട്ടുകളൊക്കെ പാടിക്കഴിഞ്ഞവർ നല്ലതെന്ന് പറയുമ്പോൾ സന്തോഷം തോന്നും. ഓഫ് കോഴ്സ് അതിലൊരു പാട്ടാണ് ഈനുണ്ടോടി എന്ന് പറഞ്ഞ പാട്ട്. എം ജയേന്ദ്രൻ സാറിന്റെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് എനിക്കൊരു ഗുരുസ്ഥാനത്ത് തോന്നുന്ന ഒരാളാണ് ജയൻ സാർ. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് പോകുമ്പോൾ അതിന്റെ ഒരു ഭയമൊക്കെ എനിക്ക് എപ്പോഴും ഉണ്ട്. എന്നിട്ട് സാറ് പാടി തന്നു, റെക്കോർഡ് ചെയ്യാൻ കയറി കഴിഞ്ഞപ്പോൾ സാർ അസലായി സിത്താര എന്ന് പറഞ്ഞ എനിക്ക് ഇപ്പോഴും ഏറ്റവും വലിയ അവാർഡ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ തമിഴിൽ പാടിയ പാട്ട് ഞാൻ ആദ്യമായിട്ട് പാടാൻ പോയപ്പോ ജി വി പ്രകാശിന്റെ പാട്ടാണ്. അതും വലിയ സിനിമയാണ്, നല്ല പാട്ടാണ്. അത് പാടിക്കഴിഞ്ഞിട്ട് പല്ലവിയൊക്കെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ജി വി പുറത്തേക്ക് പോയി, പാടി വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട്. തിരിച്ചു വന്ന് അദ്ദേഹം കേട്ടപ്പം നമുക്ക് 2-3 കറക്ഷൻസേ ഉള്ളൂ, നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ അത് തരുന്നൊരു സന്തോഷം. അതൊക്കെ സത്യത്തിൽ പാട്ടുകൾ എനിക്ക് പാടാൻ പറ്റും. പിന്നെ അന്ന് തന്നെ ചെയ്തു അതോ പിന്നെ ദിവസം തന്നെ പോയി? ഇല്ല, അപ്പൊ തന്നെ ചെയ്തു. അതിന്റെ പിന്നീട് ഞാൻ ഒരിക്കൽ കൂടി പോയത് താമരൈ മാമിനെ കാണാൻ വേണ്ടിയിട്ടാണ്, ലിറിക്സ് എഴുതിയ. അപ്പൊ അവർക്ക് എന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞ് ഞാൻ ചെന്ന് പിന്നീട് അവരുടെ കൂടെ ഇരുന്നിട്ട് പാട്ട് രണ്ടാമത് പാടേണ്ടി വന്നില്ല, വെറുതെ ഒരു കോൺവെർസേഷൻ ഒക്കെ ആയിട്ടിരിക്കും. അങ്ങനെ നല്ല എക്സ്പീരിയൻസ്. തീർച്ചയായിട്ടും. ഈ തിരക്കിനിടയ്ക്ക് സിതാര വീണ്ടും PG ചെയ്യുന്ന കൊൽക്കത്തയിലാണ്. അത് ഖയാൽ മ്യൂസിക്കൽ, ഹിന്ദുസ്ഥാനി ക്ലാസിക്കലിലാണ്. ഞാൻ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക് ട്രെയിനിങ് എടുക്കുന്നത് ഇപ്പം. ഉസ്താദ് ഫയാസ് ഖാൻ, അദ്ദേഹമാണ് എന്റെ ഗുരുനാഥൻ. ഫയാസിന്റെ അടുത്തുള്ളൊരു ട്രെയിനിങ് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റുള്ള എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരുണ്ട്? കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ആണ്. സൗത്തിൽ നിന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. സജീഷ് വരാറുണ്ടോ ഇപ്പൊ അതോ? ഇല്ല, ഞാൻ ഒരുമിച്ചാണ് പോവാറ്. കുറെ ട്രാവൽ ചെയ്യാനുണ്ട് അവിടുന്ന്, പിന്നെയും കുറെ പല പല സ്ഥലങ്ങളിലേക്കായിട്ട് ട്രാവൽ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പം ഒരു അക്കാഡമിക് ഒരു എന്താ പറയുക, നമ്മളുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, അത് നിർത്തുകയാണെങ്കിൽ ഞാൻ പഠിക്കാൻ, നമ്മളൊക്കെ ഈ പരീക്ഷകൾക്ക് വേണ്ടി പഠിച്ച് ശീലിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറെ കൂടി വർക്ക് ചെയ്യും എന്നുള്ളൊരു തോന്നലുണ്ട് ഉള്ളിൽ എവിടെയോ. അതുകൊണ്ട് അങ്ങനെ ഒരു കോഴ്സ് ഓപ്റ്റ് ചെയ്തത്. ഓക്കെ. ഈ പരീക്ഷ എന്ന് പറഞ്ഞപ്പോഴോ പഠിക്കാനൊക്കെ എങ്ങനെയായിരുന്നു? പാവമായിരുന്നു സിത്താര അതോ കുറച്ച് ബഹളക്കുട്ടിയായിരുന്നു? ബഹളങ്ങൾ അന്നും ഇതേമാതിരി കുറെ കോമ്പറ്റീഷനും ഒക്കെ ഉണ്ടായിരുന്നു ചേച്ചി. പഠിക്കാൻ മോശമായിരുന്നില്ല, നല്ല കുട്ടി തന്നെയായിരുന്നു. അങ്ങനെ നല്ല കുറെ ടീച്ചേഴ്സും നല്ല സ്കൂൾ കോളേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ
സെന്റ് പോൾസും യൂണിവേഴ്സിറ്റി ക്യാമ്പസ് സ്കൂൾ എന്നൊക്കെ പറഞ്ഞ് കാലിക്കറ്റ് തന്നെയാണ് പഠിച്ചത്. സ്കൂളിംഗ് നിങ്ങളുടെ ലവ് മാരേജ് അല്ലായിരുന്നു, ഒരു അറേഞ്ച് അറേഞ്ച് മാരേജ് മാരേജ് ആയിരുന്നു. പക്ഷെ ഒരു ലവ് മാരേജ് ഫീലാണ്. അതായത് ഞങ്ങൾക്ക് ഫാമിലീസ് തമ്മിൽ പരിചയമുണ്ട്. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയും പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് ഞാൻ കലാതിലകൊക്കെ ആയിരുന്നു യൂണിവേഴ്സിറ്റിയുടെ. സജീഷ് മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോൾ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനും സിൻഡിക്കേറ്റ് മെമ്പറും ഒക്കെ ആയിരുന്നു. അപ്പൊ എന്റെ അച്ഛനും നന്നായിട്ട് അറിയാം, സജീഷിനും അറിയാം. അപ്പൊ അങ്ങനെ പരിചയമുണ്ട്. അപ്പം ആ സമയത്ത് സജീഷ് കല്യാണം ആലോചിച്ച് നടക്കുന്ന സമയമായിരുന്നു. അങ്ങനെ അവരുടെ ഫാമിലി നമ്മൾ ഡിസ്കസ് ചെയ്തു. എങ്ങനെയാണ് പെണ്ണ് കാണാനൊക്കെ വന്ന് അങ്ങനത്തെ അങ്ങനെ ഫോർമൽ ചടങ്ങുകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്റെ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിച്ചു, പിന്നെ അവരുടെ ഫാമിലി വന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ എൻഗേജ്മെന്റ് കഴിഞ്ഞു. പിന്നെ ഒരു 1.5 വർഷം കഴിഞ്ഞിട്ടാണ് കല്യാണം. അതാണ് ലവ് മാരേജിന്റെ ഫീൽ. ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് കാര്യം ഇപ്പോഴും എനിക്ക് തോന്നുന്നു സജീഷ് ശരിക്കും ഒത്തിരി സപ്പോർട്ടീവാണ്. എവിടെ പോകുമ്പോഴും എപ്പോഴും സിതാരയുടെ കൂടെ ഉണ്ടാവും. യുനോ ഇറ്റ്സ് വെരി കമന്റബിൾ. അതിനപ്പുറം ഒരു ഡോക്ടർ എന്നുള്ളത്, പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു കാർഡിയോളജിസ്റ്റ് ആണ്. ഈ കാർഡിയോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം 24 മണിക്കൂറും തികയില്ല. അപ്പൊ എങ്ങനെ സിതാര എത്രത്തോളം സമയം അപ്പൊ അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും? സജീഷ് പഠിക്കുന്ന കാലത്ത് തന്നെ കഥകളിയൊക്കെ ചെയ്യായിരുന്നു, നന്നായി എഴുതും. അപ്പം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും അവരുടെ പഠിത്തമൊക്കെ ആയിട്ട് ബാലൻസ് ചെയ്ത് നല്ല ശീലമുണ്ട്. ഇപ്പൊ സത്യത്തിൽ സജീഷിന്റെ ഒരു ലിഷർ ടൈം കണ്ടുപിടിക്കുന്നത് എന്റെ കൂടെയുള്ള ഈ യാത്രകളിലൊക്കെയാണ്. അപ്പം അത് കുറച്ച് ടെൻഷനുള്ള ഒരു അപ്പം ഞങ്ങൾ രണ്ടുപേരുടെയും ജോലി ഞങ്ങൾ ഇങ്ങനെ ഒരു ബാലൻസിൽ കൊണ്ടുപോയി ഒരുമിച്ചിരിക്കാനുള്ള സമയവും ഫാമിലിയിൽ സമയമൊക്കെ കണ്ടെത്താറുണ്ട്. ഇത്ര എന്തൊക്കെ പറഞ്ഞാലും എത്ര സ്നേഹം എന്ന് പറഞ്ഞാലും അതിനകത്ത് ചെറിയൊരു അടിയുണ്ടോ? നിങ്ങൾ തമ്മിൽ അടി കൂടുന്നത് എന്ത് വിഷയത്തിനായിരിക്കും? അടി മിക്കവാറും ഉണ്ടാവും. ഓരോരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കാണ്. വളരെ ബേസിക് ആയിട്ടുള്ള ഞങ്ങളുടെ ടേസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപോലത്തെയാണ്. പക്ഷെ ഞാൻ ഭയങ്കര ഒരുപാട് തരം ഇൻഹിബിഷൻസും വളരെ കെയർലെസ്നെസ്സിനേക്കാൾ കൂടുതൽ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എനിക്ക് ക്ലിയർ കട്ട് ഐഡിയ ഉണ്ട്. അതർവൈസ് ഒരാളോട് അങ്ങോട്ട് സംസാരിക്കുക, സ്മാർട്ട് ആവേണ്ട സ്ഥലങ്ങൾ സ്മാർട്ടായി നിൽക്കുകയൊക്കെ വളരെ കുറവുള്ളൂ. അപ്പൊ ചേച്ചിയായിട്ടുള്ള എൻ്റെ അടുപ്പാണ് എന്നെ ഇത്രയും ഫ്രീ ആക്കുന്നത്. അല്ലാത്ത സ്ഥലത്ത് ഞാൻ കുറച്ച് ഉൾവലിവുണ്ട്. സജീഷ് അങ്ങനെയല്ല. സജീഷ് ഭയങ്കര ഓപ്പൺ ആയി എല്ലാവരോടും ഇടപഴകുന്ന ആളാണ്. ആസിഫ് അലിയുടെ കല്യാണത്തിന് സിതാര ഞാൻ കണ്ടില്ല. ഞാൻ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയപ്പം സജീഷ് അവിടെ ഓടി വന്നു. സജീഷ് അപ്പോൾ സിതാര വന്നില്ല എന്ന് തോന്നുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി അങ്ങനത്തെ ഒരു നേച്ചറാണ്. പിന്നെ ഞാൻ ആളുകളെ ജഡ്ജ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഞാൻ ഓൾ ഓഫ് എ സഡൻ വളരെ നല്ല ആൾക്കാരെന്നുള്ള ജഡ്ജ്മെന്റിൽ എത്തും. ചിലപ്പോൾ അതൊക്കെ പൊട്ട തെറ്റായിരിക്കും. പിന്നെ എനിക്ക് ഭയങ്കര ഇനേഴ്ഷ്യ ഉണ്ട്. ഇപ്പൊ ഞാൻ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ 1-2 ദിവസമൊക്കെ അതേ സ്ഥലത്ത് ഇരുന്നു അങ്ങനെ ഇരുന്ന് ഒരു സ്ഥലം പറയും. ഞാൻ റൂമിന്റെ അകത്തൊക്കെ തന്നെ ചിലപ്പോ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പല കാര്യങ്ങൾ ഭക്ഷണം കഴിക്കാനൊക്കെ മറന്നുപോകും. എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് തന്നെ ചെയ്തോണ്ടിരിക്കുക. അത് മാറേണ്ട ഡിസ്കംഫർട്ട് ഒക്കെ ഞാൻ വിട്ടുപോകും. അപ്പം അതൊന്നും സജീഷിന് ഇഷ്ടമല്ല. സജീഷ് ആണെങ്കിൽ കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആണ്. അപ്പൊ അത് ഞാനും പറയും. അപ്പൊ ഞങ്ങൾ ചിലപ്പോൾ അങ്ങനെ അടിപൊളിയാവും. അതെപ്പോഴും ഹെൽത്തി ഡിസ്കഷൻസിലാണ് അവസാനിക്കാറ്. ഈവൻ അല്ല അടിയില്ലാതെ എല്ലായിടത്തും ഉണ്ട്. നമ്മളൊക്കെ ചില അടിയൊക്കെ ഇന്ത്യ പാകിസ്ഥാൻ ചെയ്യും. പക്ഷെ അത് കഴിയുമ്പോ നമ്മൾ അതിലാണല്ലോ ഞങ്ങൾ രണ്ടുപേരും ഈ ഒരു 5 വർഷം കഴിഞ്ഞു ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് മാറിയിട്ടുണ്ട്. വഴക്കൂടി ആദ്യം ആരായിരിക്കും മിണ്ടാൻ പറഞ്ഞ? ആദ്യം ഞാൻ തന്നെയാണ്. ഞാനൊന്നില്ല. അതായത് ഞാൻ അതിഭീകരമായി വഴക്ക് കൂടിയാലും മറന്നുപോകും ഞാൻ പെട്ടെന്ന്. അമ്മയോടും അതെ, എല്ലാവരോടും അതെ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ മറന്നുപോകും. പിന്നെ ഇവരുടെ ആറ്റിറ്റ്യൂഡും മുഖമൊക്കെ കാണുമ്പോഴോ ശരിയൊരു അടി നടന്ന സമയമാണല്ലോ, ഇങ്ങനെ മിണ്ടാൻ പാടില്ലല്ലോ എന്ന് ആലോചിക്കാം. നിങ്ങളുടെ ഒരു എൻഗേജ്മെന്റ് ഒരു 8 to 10 months കിട്ടിയെന്ന് പറഞ്ഞു. ആ സമയത്ത് ഇപ്പം സജീഷ് ഏറ്റവും കൂടുതൽ പാടാൻ പറഞ്ഞ പാട്ട് ഏതായി? അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ. എനിക്ക് ഭയങ്കര കാഷ്വൽ ആയിട്ട് പാടുന്നത് വലിയ ഇഷ്ടമില്ല. കാഷ്വലായിട്ട് പാട്ട് കേൾക്കാറുമില്ല. ഞാൻ പാട്ട് കുറെ ശ്രദ്ധയോടെ കേൾക്കുന്ന ആളാണ്. അപ്പൊ അത് അറിയണോണ്ടാ തോന്നുന്നു അങ്ങനെ പറയാറില്ല. സജീഷിന് ഇഷ്ടപ്പെട്ടൊരു പാട്ടെന്ന് പറയാവുന്ന ഇതാണ്. കാതോടു കാതോരം തേൻചോരുമാ മന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷുപക്ഷി പോലെ. ആ പാട്ടാണ് ഇഷ്ടമുള്ള ഒരു പാട്ട്. ലതിക ടീച്ചർ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരുപാട് തവണ നല്ല പാട്ടുകൾ പാടി. പക്ഷെ നമുക്കൊന്നും അങ്ങനെ അത്രയും അങ്ങനെ കാണാൻ പറ്റാത്ത അല്ലേ? അതെ, വളരെ അടുത്തറിയാവുന്നവർക്ക് മാത്രമേ ലതിക ടീച്ചറെ അറിയൂ. അതെ.
ടീച്ചർ പാടിയ പാട്ടുകളൊക്കെ തന്നെ മനോഹരങ്ങളാണ്. ഒരുപാട് നല്ല ടീച്ചർ, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള, നമ്മളെങ്ങനെ ക്യാപ്ചർ ചെയ്തിരുത്തുന്നത് അങ്ങനെയുള്ള പാട്ടുകാരാണ് സത്യത്തില്. ലതിക ടീച്ചർ ആണെങ്കിലും, ജെൻസി ചേച്ചി, മിൻമിനി ചേച്ചി, അങ്ങനെ അങ്ങനെ കുറെ ആളുകളുണ്ടല്ലോ ഇതിനിടയിൽ വന്നു പോയിട്ടുള്ള. അതെ അതെ അതെ, ഭയങ്കരമായ സ്റ്റാമ്പ് ഉണ്ടാക്കി പോയിട്ടുള്ള ആൾക്കാർ. ഇളയരാജ സാറിന്റെ ഒരുപാട് പാട്ടുകൾ ജനിച്ചു പാടിയിട്ടുണ്ട്. കാതല്ലോവിയം പാടും കാവ്യം, അതിലെ ഓരോ വരിയും കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ ഭയങ്കര. പക്ഷെ ഇന്ന് നമുക്ക് അങ്ങനെ പാടിപ്പോയ സിംഗേഴ്സിനൊന്നും ലൈഫില്ല. നമ്മൾ കുറച്ച് ഇടിച്ചു നിന്നാലേ ഇല്ലേ, അങ്ങനെ തോന്നിയിട്ടില്ലേ? ഇപ്പൊ നമ്പർ ഓഫ് സിംഗേഴ്സ് കൂടുതലാണ് എന്നൊക്കെയുണ്ട്. പിന്നെ ഞാൻ ചേച്ചി എനിക്കിതിനൊരു ഞാൻ കോമ്പറ്റീഷൻ ആയിട്ട് കണ്ടിട്ടില്ല ആക്ച്വലി. എനിക്ക് തോന്നുന്നത് ഇപ്പൊ എനിക്ക് പാടാൻ പറ്റിയ പാട്ടുകളല്ലേ എനിക്ക് പാടാൻ പറ്റുള്ളൂ. അപ്പം ഓരോ ആളുകൾക്കും അവരവർ പാടേണ്ടതായിട്ടുള്ള ഒരു പെർഫെക്റ്റ് സോങ്സ് ഉണ്ട്. അത് നമ്മളുടെ കയ്യിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ പാടേണ്ട പാട്ടും പാടണ്ടാത്ത പാട്ടുകളും ഉണ്ടോന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ അതൊക്കെ നമ്മൾ എങ്ങനെ റിയലൈസ് ചെയ്യും, എങ്ങനെ അത് ഐഡന്റിഫൈ ചെയ്യും? അല്ലെങ്കിൽ മേ ബി നമ്മൾ ആളുകളുടെ അഭിപ്രായം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളിപ്പോ ഞാൻ ഗസൽസ് ഒക്കെ പാടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് തന്നെ ഓഡിയൻസിന്റെ ഒക്കെ ഒരു റെസ്പോൺസ് ആണ്. ഞാൻ ചിലതരം പാട്ടുകൾ പാടുമ്പോൾ ആളുകൾക്ക് കൂടുതൽ ഇഷ്ടമാവണു, ചിലത് പറയുമ്പോൾ അത് വേണോന്ന് ചോദിക്കുന്നു ആൾക്കാർ. അതൊന്ന് നമ്മൾ കുറെ നാൾ കഴിയുമ്പോൾ നമ്മളൊക്കെ പാട്ടുകാരും അതേപോലെ തന്നെ ലിസണേഴ്സും ആണല്ലോ. നമ്മൾ നമ്മുടെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്നവരുടെ പാട്ടുകൾ കേൾക്കും. അപ്പം നമുക്ക് ഫൈനലി നമ്മളൊരു ഡിസിഷനിൽ എത്തുക അല്ലെങ്കിൽ കൂടി നമുക്ക് ഏറ്റവും ചേരുന്നത് ചെയ്യാന്നുള്ളൊരു അങ്ങനത്തെ ഒരു പ്രോസസ്സിലേക്ക് മാറും. പിന്നെ മ്യൂസിക് പഠിക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മ്യൂസിക് പഠിക്കുക, മ്യൂസിക്കിനെ കുറിച്ച് കുറച്ചെങ്കിലും അറിയാൻ പറ്റുന്നതൊന്നും അറിയാൻ പറ്റുക, അത് നമ്മളെ ആസ്വാദകർ എന്നുള്ള രീതിയിലും കുറച്ചും കൂടി ബെറ്റർ ആക്കും എന്ന് വിചാരിക്കും. ഒരുപാട് മെലഡീസ്, ഒരുപാട് സംഗീതാത്മകമായ പാട്ടുകളാണ് സിത്താര എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ. പക്ഷെ സിത്താര ഒന്ന് ഇളക്കി മറിക്കുക എന്ന് പറയുന്ന ഒരു പാടും ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫാസ്റ്റ് നമ്പർ ഏതായിരിക്കും? ആര് പാടിയ സോങ് ആയാലും കുഴപ്പമില്ല. ആക്ച്വലി അങ്ങനത്തെ പാട്ടുകൾ സിനിമയിൽ പാടാൻ എനിക്കും അവസരം കിട്ടിയിട്ടുണ്ട് ചേച്ചി. മായാമോഹിനിയിലൊക്കെ അങ്ങനത്തെ പാട്ടുകള്. പക്ഷെ എനിക്ക് എല്ലാ കാലത്തും എൻ്റെ ഒരു എന്താ പറയാ, നമ്മൾ ഈ ഫിലിം സിംഗിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ പാട്ടുകാരിൽ ഒരാളാണ് ആശാജി. ആശാജി പാടാത്ത തരം പാട്ടുകളില്ല. ദമ്മാരോ ദം വിട്ട് ജായേഗ बोलो सुबह शाम हरे कृष्ण हरे राम दम मारो दम मिट जाएगा बोलो सुबह शाम हरे कृष्ण हरे राम അതേ പാടി ആചാര്യാണ് ദിൽ ചീസ് ക്യാ ഹൈ ആപ് മേരേ ഒക്കെ പാടിയേക്കണം അല്ലേ. ശരിക്കും രണ്ട് പോളല്ലേ ഒരേപോലെ മാനേജ് ചെയ്യുന്ന ലെജൻഡ്, നമ്മളൊന്നും പറയാനില്ല, വാക്കുകളില്ല. സിതാര പക്ഷെ ഡാൻസറും കൂടെയാണ് അല്ലേ? അപ്പം ഇപ്പം അതൊക്കെ നിർത്തി വെച്ചോ? അത് എപ്പോഴെങ്കിലും അവസാനമായിട്ട് പെർഫോം ചെയ്ത് എവിടെയായിരിക്കും? ഒരു അങ്ങനത്തെ ഒരു ക്ലാസിക്കൽ പെർഫോമൻസ് അതിന്റെ എല്ലാ ഫുൾനെസ്സോടും കൂടി ചെയ്തത് നിശാഗന്ധി ഫെസ്റ്റിവലിലാണ് ട്രിവാൻഡ്രത്ത്. 5 വർഷം കഴിഞ്ഞു ഇപ്പൊ ചെയ്തിട്ട്. എനിക്ക് കല്യാണത്തിന് മുമ്പാണെന്ന് തോന്നുന്നു. കല്യാണം കഴിഞ്ഞ ഉടനെ പക്ഷെ കാര്യം കുറച്ചു കാലം ആയതുകൊണ്ടാണ് എനിക്ക് ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നത്. കുറെ ആയി ചെയ്തിട്ട്. ഇപ്പം ചോദിക്കും എല്ലാവരും. ആക്ച്വലി ആ കാലത്തൊക്കെ കോളേജിലും സ്കൂളിലൊക്കെ ഉണ്ടായിരുന്നപ്പോ കൂടുതലും ഡാൻസാ ചെയ്തിരുന്നേ. ഭരതനാട്യം, കുച്ചിപ്പുടി, കലാമണ്ഡലം വിനോദിനി ടീച്ചറാണ് എന്റെ ഗുരു. അപ്പം നല്ലോണം പ്രാക്ടീസ് പെർഫോം ചെയ്യായിരുന്നു. പിന്നീട് എപ്പോഴോ ഇങ്ങനെ ഈ പാട്ടിലേക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടിയപ്പം സ്വാഭാവികമായിട്ടും ഡാൻസിന്റെ ഒരു ഫ്രീക്വൻസി കുറഞ്ഞു. പിന്നെ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പ്രയാസമുണ്ടല്ലോ. ഡാൻസിനൊരു പ്രാക്ടീസിങ് സമയം വേണം, കുറെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ എലിമെന്റ്സ് ഉണ്ട്. അപ്പൊ അതിങ്ങനെ കുറഞ്ഞു. പിന്നെ രണ്ടും ഒരുപോലെ കൊണ്ടുപോകണം. ഓൾസോ വെരി ഇമ്പോർട്ടന്റ് ഈ പാട്ടും ഡാൻസും. പിന്നെ അല്ലേ അന്ന് പ്രാക്ടീസ് ചെയ്ത മാതിരി ഇപ്പൊ പ്രാക്ടീസ് ചെയ്യാൻ സമയം കിട്ടണില്ല എനിക്ക്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാനൊരു സാഹചര്യം വന്നാൽ കുറച്ച് സ്റ്റേജും കൂടി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക്. നിർത്തി എന്ന് പറയാൻ വിഷമാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നെങ്കിൽ ഇത്രയും ഡയറ്റിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. സിതാരയുടെ ഫേവറേറ്റ് ഫുഡ് എന്താണ്? ഫേവറേറ്റ് ഫുഡ് കോഴിക്കോടൻ ബിരിയാണി.